ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഉള്ളിവടയില്ലേ, ആ പക്ക ഉള്ളിവട അതേ ടേസ്റ്റ്, അതേ റെസിപ്പി നമുക്ക് വീട്ടിൽ ചെയ്യാം. അപ്പം ക്രിസ്പി, ടേസ്റ്റി, അകത്തുനിന്ന് കുറച്ച് സോഫ്റ്റ്, എന്നാൽ എല്ലാ ഭാഗവും നന്നായിട്ട് വേവും, മാവൊന്നും അധികം ഇതാവാതെ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. എളുപ്പമാണ്, ടേസ്റ്റിയാണ്, പെർഫെക്ഷൻ ഉണ്ട്. ചെയ്ത് നോക്കും. നമുക്കിന്ന് തട്ടുകട സ്റ്റൈലൊരു ഉള്ളിവട ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ ഞാനിവിടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു 2 തണ്ട് കറിവേപ്പിലയുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ വേണമെങ്കിലും യൂസ് ചെയ്യാം, അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം അയമോദകം ചേർക്കുന്നുണ്ട്. അയമോദകം നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് അസിഡിറ്റി ഒന്നും ഉണ്ടാവാതിരിക്കാനാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നെഞ്ഞിരിച്ചിലൊന്നും വരാതിരിക്കാനാണ്. ദഹനത്തിന് നല്ലതാണ്. ഇതില്ലാത്തവർക്ക് ജീരകം ചേർത്താണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഞാൻ യൂസ് ചെയ്ക്കുന്നത് ടീസ്പൂണൊന്നും അല്ല കേട്ടോ, ചെറിയൊരു സ്പൂണാണ്. എൻ്റെ ഡബ്ബയിലിട്ട് വെക്കാൻ പറ്റുന്ന ചെറിയൊരു സ്പൂണാണ് ഇത്, ടീസ്പൂണല്ല. ഇനി ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരല്പം കായമാണ്. ഒരു നുള്ളു മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി, കാരണം ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം പിന്നെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കൂടിപ്പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാണ്. ഇത്രയും സാധനങ്ങൾ നല്ലപോലെ കൈ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഇതൊന്ന് ഈ ഉള്ളിയൊക്കെ ഒന്ന് വിടർന്ന് കിട്ടണം. നമുക്ക് ആ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഉള്ളിയുടെ അളവ് കൂടുതലും കടലമാവിൻ്റെയൊക്കെ അളവ് കുറഞ്ഞു ഇരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ മാവ് വേവാതെ കിടക്കും അതിൽ. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. മാത്രമല്ല ഒരു പെർഫെക്റ്റ് ആ ഉള്ളിയെ ക്രിസ്പാക്കാനാണ് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കുഴയ്ക്കുക. വെള്ളം ഒരുപാടാവണ്ട, നോക്കിയിട്ട് കുഴച്ച് കൊടുക്കുക. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണം. അതുപോലെ വേറൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വേണമെങ്കിൽ ചതച്ചും ചേർത്ത് കൊടുക്കാം. ഞാൻ മക്കൾക്കൊക്കെ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എൻ്റെ മോള് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം കഴിക്കാറില്ല, ഓയിൽ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും. അതുകൊണ്ട് ഞാൻ അവളുടെ ഇത് നോക്കിയിട്ട് ചെയ്യുന്നില്ല. ഇനി നിങ്ങളിതിൽ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കാമെന്ന് നോക്കാം. നമുക്കൊരു ഡീപ്പ് ഫ്രൈയിങ് പാൻ എന്തെങ്കിലും വെച്ചിട്ട്, ഞാൻ പറയാറുണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. കാരണം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്നും യൂസ് ചെയ്യാറില്ല ഡീപ്പ് ഫ്രൈയിങ്ങിന്. എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യുന്നില്ല, എന്തായാലും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇതുപോലത്തെ ഒരു പാൻ വെച്ച്, കടായി എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടാവണം, കാരണം ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ളിവടയ്ക്ക് അകത്തേക്ക് എണ്ണ കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചുട്ടെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് മൊത്തം എണ്ണയായിരിക്കും. അപ്പം ഹൈ ടെമ്പറേച്ചറിൽ ഏറ്റവും മാക്സിമം എണ്ണ ചൂടാവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിവടയൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ചുടാനായിട്ട് നമ്മുടെ കൈ ഒന്ന് എണ്ണ വെച്ച് ഗ്രീസ് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട്
നമ്മുടെ ഉള്ളിവടയുടെ മിക്സ് ഇങ്ങനെ കയ്യിലൊന്ന് വെച്ച് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ചേർക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത ഉള്ളിവട ചേർത്ത് കൊടുക്കാം. അറ്റ് എ ടൈം 2-3 എണ്ണം വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 വട്ടം ചെയ്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു ചെറിയ സ്പൂൺ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ 2-3 വട്ടം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് വേണം വറുത്തെടുക്കാനായിട്ട്. ഇത് ഒരുപാട് ഡാർക്ക് ആവാൻ വെക്കരുത്. അതിനുമ്പോൾ നമ്മൾ കോരിയെടുക്കണം. ഇതുപോലെ ബാക്കി വടയും നമുക്ക് ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യം ഇടുമ്പോഴും എണ്ണ നല്ല ചൂടാവണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് എണ്ണ കയറിപ്പോവും. കയ്യിൽ എണ്ണ ഗ്രീസ് ചെയ്യുക അല്ലെങ്കിൽ അല്പം വെള്ളം തൊട്ടും നമുക്ക് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.